ഓണത്തോടനുബന്ധിച്ച് ഖാദി ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജില്ലയിൽ ഓണം ഖാദി മേളയ്ക്ക് തുടക്കമായിരിക്കുന്നു. ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിന്റെ അങ്കണത്തിലാണ് ജില്ലാതല ഉദ്ഘാടനം നടന്നത്. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ ക്ഷേമ മന്ത്രി കെ എ തുളസി മേള ഉദ്ഘാടനം ചെയ്തു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെയും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 25 വരെയാണ് ഖാദി മേള സംഘടിപ്പിക്കുന്നത്. ഓണക്കാലത്ത് ഖാദി ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതലെത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മേളയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ഓണക്കാലത്ത് ഖാദി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഗ്രാമീണ വ്യവസായ മേഖലയ്ക്ക് കൂടുതൽ ഉണർവ് പകരാനും ഖാദി തൊഴിലാളികളുടെ ഉപജീവനം ശക്തിപ്പെടുത്താനും ഖാദി മേള സഹായകമാകുമെന്ന് മേള ഉദ്ഘാടനം ചെയ്ത മന്ത്രി കെ എ തുളസി പറഞ്ഞു. ജനങ്ങൾക്ക് മികച്ച നിലവാരത്തിലുള്ള ഖാദി ഉൽപ്പന്നങ്ങൾ ആകർഷകമായ വിലക്കിഴിവിൽ ലഭ്യമാക്കുന്നതിലൂടെ ഇത്തവണത്തെ ഓണം ഖാദി മേള വൻ ജനപങ്കാളിത്തം നേടുമെന്നും അവർ പറഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം, സർക്കാർ ജീവനക്കാരൊക്കെ ആഴ്ചയിൽ ഖാദി ഒരു ദിവസമെങ്കിലും ധരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സർക്കുലറുകൾ മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ധരിക്കാറുണ്ട്. കാരണം കോൺഗ്രസിന്റെ ഭരണഘടനയിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഖാദി ധരിക്കണം എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും ധരിക്കാൻ കഴിയാറില്ലെങ്കിലും പരമാവധി ഖാദിയുടെ വസ്ത്രം ഉപയോഗിക്കാനായിട്ട് ഞങ്ങളൊക്കെ തന്നെ ശ്രദ്ധ ചെലുത്താറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗ്രാമീണ മേഖലയിൽ ഖാദി ചെലുത്തിയിട്ടുള്ള സ്വാധീനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാലും കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാലും വളരെ വളരെ വലുതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ഗാന്ധിജി ഇന്ത്യയിലേക്ക് കടന്നു വന്ന് അദ്ദേഹം അഹിംസയിലൂന്നിയ ഒരു പ്രവർത്തനം നടത്തിയപ്പോൾ, നമ്മുടെ നാട്ടിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ അതിലൊരു പൊളിറ്റിക്കൽ ടൂളായിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഖാദിയാണ്. കാരണം സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വിദേശ വസ്ത്രങ്ങൾ വിൽക്കുന്ന കടകൾ ബഹിഷ്കരിക്കാനും അവിടെ ഏറ്റവും സ്വദേശിയായിട്ടുള്ള ഒരു ഉൽപ്പന്നമായിട്ടുള്ള ഖാദിക്ക് പ്രചാരം കൊടുക്കാനും അദ്ദേഹം വളരെയധികം ശ്രദ്ധ കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള നമ്മുടെ നാട്ടിലെ കർഷകർക്ക്, ഈ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് വളരെയധികം ഗുണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ചരിത്രത്തിൽ സുവർണ്ണ ലിപികളിൽ എഴുതപ്പെട്ട ഒരു കാര്യമാണ്. രമേശ് പിഷാരടി MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സമ്മാന കൂപ്പൺ വിതരണവും ആദ്യ വിൽപ്പനയും ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് N സരിത നിർവഹിച്ചു. ഖാദി വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ശീലം കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെ എനിക്കും വേണം ഖാദി എന്ന സന്ദേശമാണ് ഇത്തവണത്തെ മേള മുന്നോട്ട് വയ്ക്കുന്നത്. മേളയുടെ ഭാഗമായി ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ സർക്കാർ റിബേറ്റ് ലഭിക്കും. ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ കാര്യാലയത്തിന്റെ കീഴിലുള്ള എല്ലാ വിൽപ്പന കേന്ദ്രങ്ങളിലും ഈ ആനുകൂല്യം ലഭ്യമാകും. ഖാദി ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഖാദി ഗ്രാമ സൗഭാഗ്യ, ടൗൺ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ്, തൃത്താല, കുമ്പിടി, കൊല്ലങ്കോട് എന്നിവിടങ്ങളിലുള്ള ഖാദി ഷോറൂമുകളിലും മണ്ണൂർ, ശ്രീകൃഷ്ണപുരം, പട്ടഞ്ചേരി, കളപ്പെട്ടി, വിളയോടി, എലപ്പുള്ളി, കിഴക്കഞ്ചേരി, മലക്കുളം, ചിതലി എന്നീ ഗ്രാമ സൗഭാഗ്യങ്ങളിലും കൂടാതെ മൊബൈൽ സെയിൽസ് വാനിലൂടെയും പ്രത്യേക ഖാദി മേളകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മേളയോടനുബന്ധിച്ച് എല്ലാ വിൽപ്പനശാലകളിലും ഖാദി, കോട്ടൺ, സിൽക്ക്, മനില ഷർട്ടിംഗ് ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന തുണിത്തരങ്ങളും ഉന്ന കിടക്കകൾ, തേൻ, വിവിധ ഗ്രാമ വ്യവസായോൽപ്പന്നങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനായി ഇലക്ട്രിക് കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, ഗിഫ്റ്റ് വൗച്ചറുകൾ ഉൾപ്പെടെയുള്ള സമ്മാന പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് 1 ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം KG എൽദോ, നഗരസഭാ വാർഡ് കൗൺസിലർ K പ്രദീപ, പാലക്കാട് സർവോദയ സംഘം സെക്രട്ടറി T ജയകൃഷ്ണൻ, അകത്തേത്തറ ഖാദി ഉത്പാദക വ്യവസായ സഹകരണ സംഘം പ്രസിഡന്റ് P ഉദയകുമാരി എന്നിവർ സംസാരിച്ചു. കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് ഡയറക്ടർ PV അഷിത സ്വാഗതം ആശംസിച്ചു. ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ കാര്യാലയത്തിലെ പ്രൊജക്ട് ഓഫീസർ ഷിബി ആന്റണി നന്ദി രേഖപ്പെടുത്തി. UTV ന്യൂസ്, പാലക്കാട്.